الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين هم من خشية ربهم مشفقون ഏറ്റവും ആദരവും പ്രിയവുമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാവിധി മുത്തഖീകളായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയും ഉപദേശിക്കുകയും ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടാനുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റബ്ബിന്റെ ഖുശൂഉള്ള അടിമകളാവുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയൊരു നിർദ്ദേശമായി കാണാൻ കഴിയുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബയ്യിനയിൽ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇബാദത്ത് ചെയ്യണം എന്നല്ല, അത് ഇഖ്ലാസോട് കൂടി ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇബാദത്ത് എന്താ? ലികുല്ലി മാ യുഹിബ്ബു റബ്ബഹു യല്ലാഹ്, അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അവൻ തൃപ്തിപ്പെടുന്നതുമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇബാദത്തിൽപ്പെട്ടതാണ്. അള്ളാഹു തൃപ്തിപ്പെടാത്ത, അവന് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നും ഇബാദത്തുകളും അല്ല. ഏതിലൊക്കെ മിനൽ അഖ്വാലി, പ്രവർത്തനങ്ങളിൽ, സംസാരങ്ങളിൽ, വൽ അഅമാലി, പ്രവർത്തനങ്ങളിൽ, അൽ-ളാഹിറത്തി വൽ ബാത്തിന, രഹസ്യവും പരസ്യവുമായ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ എന്തെല്ലാം പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഉണ്ടോ അതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ കാര്യങ്ങളാണോ അതിനാണ് ഇബാദത്ത് എന്ന് പറയുക. ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്ന്. ഈ ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെയും ജിന്നിനെയും ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നിനെയും ഇൻസിനെയും ഒക്കെ പടച്ചിട്ടില്ല. വമാ ഖലഖതു, ഞാൻ പടച്ചിട്ടില്ല, സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടില്ല.
അൽ ജിന്ന ജിന്ന് വിഭാഗത്തെയും വൽ ഇൻസ മനുഷ്യരെയും ഇല്ലാ ലിയഅ്ബുദൂനി എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. ആ ഇബാദത്തിന്റെ നിർവചനമാണ് നേരത്തെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇത് പറയാൻ വേണ്ടി, ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് 1,00,000-ലധികം പ്രവാചകന്മാരെ ഈ ഭൂലോകത്തേക്ക് നിയോഗിച്ചത്. ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ല, ഒരു എക്സർസൈസ് അല്ല, ഒരു കോഴ്സ് അല്ല, ഒരു സിലബസ് അനുസരിച്ച് ഒരു അധ്യയന വർഷം പഠിച്ചിട്ട് അതിന്റെ ആത്യന്തികമായ ഒരു വർഷത്തെ ആനുവൽ എക്സാം എഴുതിയിട്ട് ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകാനുള്ളതല്ല. മറിച്ച് അള്ളാഹ്ക്ക് എങ്ങനെ ഇബാദത്ത് ചെയ്യണം. ഇത്ര നിസ്സാര സംഗതി കേൾക്കുമ്പോ വളരെ നിസ്സാരമായി തോന്നും. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക. ആരവിടെ ഇബാദത്ത് ചെയ്യാത്തവര്? നാം നേരത്തെ പറഞ്ഞ മാനദണ്ഡം വെച്ചിട്ട് ചെയ്യുന്നത് മുഴുവൻ അള്ളാഹ് ഇഷ്ടപ്പെടുന്നതാണോ? അള്ളാഹ് തൃപ്തിപ്പെടുന്നതാണോ? അള്ളാഹ് പറയുന്നത് പോലെയാണോ എന്റെ സംസാരം? അള്ളാഹ് പറയുന്നത് പോലെയാണോ എന്റെ പ്രവർത്തനങ്ങൾ? അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. ഓരോ സമുദായത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുകളെ നിയോഗിക്കാതിരുന്നിട്ടില്ല. മറ്റൊരു ഭാഗത്ത് അല്ലാഹു സൂറത്ത് ഫാത്തിറിൽ പറഞ്ഞത്, ഒരു നാട്ടിലേക്കും ഒരു പ്രവാചകനെ അയക്കാത്തൊരു നാടും ഉണ്ടായിട്ടില്ല, ഒരു ഗോത്രവർഗം ഉണ്ടായിട്ടില്ല, ഒരു നഗരം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ പച്ചപ്പരിഷ്കാരികളായിരുന്നു, ഞങ്ങൾക്ക് ഇസ്ലാമിന്റെ ദീൻ എത്തിയിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരാളുമില്ല. ഈ അടുത്ത കാലത്ത് നമ്മൾ കേൾക്കുകയുണ്ടായി, വർത്തമാന സാഹചര്യങ്ങൾ വെച്ച് നോക്കിയിട്ട് ഒരു പെൺകുട്ടിക്ക് അള്ള എന്താണെന്ന് നമ്മളോട് ചോദിച്ചാൽ എന്താ പറയാ? അള്ള റബ്ബ്, റബ്ബ് അള്ളാന്നല്ലേ പറയാ. അള്ളാഹു എന്ന് പറഞ്ഞ ഗോഡ് എന്ന് പറഞ്ഞാൽ ആരാ? സാക്ഷാൽ പടച്ചോൻ ആരാ? സൃഷ്ടിച്ചുണ്ടായത് മുതൽ വളർന്നുണ്ടായത് മുതൽ ഇന്ന് വരെ നമ്മൾ വിളിക്കുന്ന അള്ളാഹ്. പ്രതിസന്ധികൾ വന്നാൽ, പ്രയാസം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ, കഷ്ടപ്പാട് വന്നാൽ, ഖൈർ കിട്ടിയാലോ അവിടെയും അള്ളാഹിനെ വിളിക്കുന്നു. പക്ഷെ അതിന്റെ മുമ്പിൽ ഒരു അൽഹംദു കൂടി ചേർക്കും. അൽഹംദുലില്ലാഹ്. അത്ഭുതം നിറഞ്ഞ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ സംഭവിച്ചാൽ ആശ്ചര്യത്തോട് നമ്മൾ പറയും സുബ്ഹാനല്ലാഹ്. അതിനേക്കാൾ അവർണ്ണനീയമായത് കണ്ടാൽ മാഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ ബറക്കത്ത് ഭൂമിയിലേക്ക് വരെ വർഷിക്കുമ്പോൾ ബാറക്കല്ലാഹ്. പക്ഷെ അതിനൊക്കെ ശേഷം പറഞ്ഞ അള്ള ആരാ എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഭൂലോകത്തേക്ക് അമ്പിയാക്കളെയും മുർസലുകളെയും ഒക്കെ അയച്ചത്. വളരെ ലളിതമാണ്, വളരെ ലളിതം. ലോകത്തിന്റെ ഇന്ന് കാണുന്ന ഛത്രപതിമാരെക്കാൾ, അധികാരത്തിന്റെ ദണ്ഡുകളെക്കാൾ, സ്വാധീനങ്ങളെക്കാൾ സമ്പൽ സമൃദ്ധമായിരുന്നു ഈജിപ്ത്. അന്നും ഇന്നും എന്നും അതങ്ങനെയാണ്. അവിടുത്തെ ഭരണാധിപന്മാരെ വിളിച്ചു വന്നിരുന്നത് രാജാവേന്നല്ല, ഫറോമാര് എന്നാണ്. ആ ഫറോമാരിൽ രണ്ടാമനാണ് രാംസസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഫറോവ. ഇത്രയധികം ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ ഒരു മടിയുണ്ടായിരുന്നില്ല. തന്റെ നാട്ടിലൊരു ജ്യോത്സ്യൻ ഒരു വേള പറഞ്ഞു പോയതാണ്, ഇനി ഈ നാട്ടിൽ ജനിക്കുന്ന ഏതോ ഒരു ആൺകുഞ്ഞിന്റെ കയ്യാൽ അങ്ങ് വധിക്കപ്പെടും. പരിഹാരം എന്താ? ഇനി ഈ നാട്ടിലെ ആൺകുഞ്ഞുങ്ങൾ പറക്കാതിരിക്കുക, ഇനി പറന്നു പോയാൽ കൊല്ലുക. അവിടെ വളർന്നുണ്ടായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബ് നൽകിയ ദിവ്യ ദൗത്യവുമായിട്ട്, വഹിയുമായിട്ട്, റിസാലത്തുമായിട്ട് പോറ്റുപിതാവായ ഫറോവയുടെ ഒന്നിച്ചില്ല. നിങ്ങൾ ഇതുവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നല്ല ദൈവം എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ ഒരുപാട് ദൈവങ്ങളെ, ആരാധന്മാരെ, അള്ളാഹുമാരെ, റബ്ബിനെ ഒക്കെ അവിടെ കൊണ്ടുവരപ്പെട്ടു. സൃഷ്ടിക്കുന്നവനും സംഹരിക്കുന്നവനും അല്ലയാണ് എന്ന് പറഞ്ഞപ്പോ, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലയാണെന്ന് പറഞ്ഞപ്പോ രണ്ടുപേരെ കൊണ്ടൊന്ന് ചരിത്രമൊക്കെ നമുക്കറിയാം. ഒരാള് നിഷ്കരണം കൊന്നുകളഞ്ഞു, ഒരാളോട് പോയി ജീവിച്ചോളാൻ പറഞ്ഞു. ഞാനും അത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയ്ക്ക് നൽകിയൊരു മറുപടി ഉണ്ട്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖ സുമ്മ ഹദാ. എല്ലാ വസ്തുവിനും അതിൻ്റെതായ പ്രകൃതം നൽകിയത്. ഒരു തവള അതിന്റെ മുട്ടയിട്ട് വിരിഞ്ഞുണ്ടായി മീനിനെ പോലെ തോന്നിപ്പിക്കുമെങ്കിൽ പോലും ആഴ്ചകൾ കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ നീന്തിപ്പോയി അതിന് വാല് നഷ്ടപ്പെട്ടു പോയിട്ട് അതിന് പ്രത്യേകമായ സംരക്ഷണത്തിന്റെ ആവശ്യമില്ല. റബ്ബ് കൊടുത്ത അതിന്റെ ആ ഒരു പ്രകൃതി ചാനൽ അനുസരിച്ച് അത് നീന്തി വെള്ളത്തിൽ കൂടെ രക്ഷപ്പെടും. മറ്റിതര ജീവജാലങ്ങളൊക്കെ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു സസ്യത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള വിത്തോ മണ്ണിൽ അറിയാതെ വീണുപോയാൽ പോലും
ദിവസങ്ങൾ 3 കഴിഞ്ഞാൽ അത് മുളയ്ക്കണമെന്നും 2 ദിവസം കഴിഞ്ഞാൽ അതിന് ഇരവരണമെന്നും അള്ളാഹുവിന്റെ പ്രകൃതിയിലുള്ള തത്വമാണ്. അത് നടപ്പിലാകാതെ പോകുന്നില്ല. അതാണ് ഖൽഖ്, സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ. റബ്ബുലല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖ, എല്ലാ വസ്തുവിനെയും അതിന്റെ പ്രകൃതം അനുസരിച്ച് സൃഷ്ടിക്കുന്നവനാണ്. സുമ്മ ഹദാ, പിന്നെ അതിന്റെ മാർഗദർശനം നൽകുന്നവനുമാണ്. ആർക്കിടെക്ട് പക്ഷികൾ അന്റാർട്ടിക്ക മുതൽ ഇങ്ങോട്ട് എത്രയോ ബഹിരാകാശ ഗമനം നടത്തിയിട്ട് വരുന്നത് നമ്മുടെ മുമ്പിലുള്ള ഈ പാടവരമ്പുകളിലൊക്കെ നമ്മൾ വേനലവധിയിൽ കണ്ടിട്ടില്ലേ? എത്രയോ പ്രത്യേകമായ പക്ഷികൾ വരുന്നു. അവർക്കൊക്കെ ആരാ പാസ്പോർട്ട് കൊടുത്തത്? ആരാ വിസ കൊടുത്തത്? ആരാ അലാറം കൊടുത്തത്? ആരാ മെസ്സേജ് കൊടുത്തത്? ഇവിടെ മീനുണ്ട്, ഇവിടെ തിന്നാൻ കിട്ടുമെന്നുള്ളത് അല്ലാഹു കൊടുത്തതാ. അപ്പൊ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്റെ സ്രഷ്ടാവാണ് എന്നും അവനെ മാത്രം ആരാധിക്കണമെന്നും പഠിപ്പിക്കാൻ വേണ്ടിയല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടില്ല. എന്തിനു വേണ്ടിയല്ലാതെ ആ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ അനുസരിക്കുകയും താഗൂത്തുകളെ, ദുർമൂർത്തികളെ മുഴുവൻ വിഭാവനം ചെയ്യുകയും ചെയ്യണം. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. وما أرسلنا من قبلك, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രവാചകനെ, നിങ്ങൾക്ക് മുൻപ് വന്ന ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ നൂഹി ഇലൈഹി, അദ്ദേഹത്തിന് വഹയ്യ് നൽകിയിട്ടല്ലാതെ. എന്താ വഹയ്യ് നൽകിയത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് ഒന്നും ഈ ഭൂലോകത്തില്ല. ഫഅ്ബുദൂൻ, അതുകൊണ്ട് എനിക്ക് ഇബാദത്ത് ചെയ്യുവീൻ. ഇനി ഇബാദത്തിന്റെ വിവക്ഷ എന്താണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അത് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അങ്ങനെ ഇബാദത്ത് ചെയ്താൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കണമെങ്കിൽ 2 ഷർത്തുകളുണ്ട്. അതിൽ അൽ അവ്വലു ഇഖ്ലാസു അൽ അമലു ലില്ലാഹി, അല്ലാഹുവിന് നിഷ്കളങ്കമായ ഇഖ്ലാസോടുകൂടി അല്ലാതെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്ത് ബയ്യിനയിലുള്ള ഉമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. രണ്ടാമത്തേത് ഇത്തിബാഉർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാ ഉണ്ടാകണം, സുന്നത്തുകളെ അനുധാവനം ചെയ്യണം. ഏതെങ്കിലും ഒന്ന് അല്ലാഹു ഇഷ്ടപ്പെട്ടതാണോ, അല്ലാഹു തൃപ്തിപ്പെട്ടതാണോ, അതിന്റെ വാക്കിലാകട്ടെ പ്രവൃത്തിയിലാകട്ടെ ഞാൻ ചെയ്താൽ അതിന് കൂലി കിട്ടണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മാതൃകയുണ്ടാവണം. ഒരു മുസൽമാന്റെ രണ്ടാമത്തെ പ്രമാണം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും. അത് രണ്ടുമുണ്ടോ എങ്കിൽ അത് കൃത്യമായ രൂപത്തിൽ ചെയ്യാൻ കഴിയുമെന്നർത്ഥം. ഇത്തിബാഉർ റസൂലില്ലേ, പ്രവാചകന്റെ ജീവിതത്തിലുണ്ടോ? ഓരോന്ന് എടുത്തുകൊണ്ട് നോക്കുക. ഞാനൊന്നും പേര് പറയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച 63 കൊല്ലക്കാലത്തിനിടയിൽ പ്രവാചകൻ ചെയ്തത് തന്നെയാണോ ഇന്ന് മുസ്ലിം ഉമ്മത്തിലുള്ളതെന്ന് പരിശോധിക്കുക. ഇനി അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റേതാണ്, പിന്നെ അതിനുശേഷമുള്ളത്, പിന്നെ അതിനുശേഷമുള്ളത് എന്നിങ്ങനെ പറഞ്ഞ 3 നൂറ്റാണ്ടിൽ ഉണ്ടോ ഇന്നും മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്നത് മുഴുവൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ഫർദ് നിസ്കാരത്തിന് ശേഷം പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന റസൂലുള്ളാഹി നേരെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ദുആ ചെയ്യുകയും മാമൂമുകളായ ആളുകൾ ആമീൻ പറയുകയും ചെയ്തിരുന്നു? ഇല്ല, പ്രവാചകന്റെ ജീവിതത്തിലില്ല. സുബഹിന് മാത്രമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദുകൾ 2 റക്അത്തുകൾക്കിടയിൽ ഖുനൂത്ത് പ്രത്യേകമായി നിർവഹിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഏതെങ്കിലും ജാറം പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്നോ? ഇല്ല. ദർഗ ഉണ്ടായിരുന്നോ? ഇല്ല. മൗലൂദ് ഉണ്ടായിരുന്നോ? ഇല്ല. മങ്കൂസ് ഉണ്ടായിരുന്നോ? ഇല്ല. റാത്തീബുകൾ ഇല്ല. മുഹ്യിദ്ദീൻ ശൈഖ് റിഫായി ശൈഖ് ജനിച്ചിട്ട് പോലും ഇല്ല. ഇങ്ങനെ തൊട്ടണ്ടിയാൽ പ്രവാചകന്റെ ഇത്തിബാഇനോട് ചേർന്ന് നിൽക്കുന്ന ഏതെല്ലാം കാര്യങ്ങൾ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ ഇല്ലേ അത് മുഴുവൻ കൂട്ടിയതാണ്, വെട്ടിമുറിച്ച് മാറ്റേണ്ടതാണ്. ഫഹുവ റദ്ദുൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പറ്റി പറഞ്ഞത്. അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അപ്പോ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് ഇഖ്ലാസ് ഉണ്ടാകണം, രണ്ടാമതായിട്ട് ഇത്തിബാഉർ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സർട്ടിഫിക്കറ്റ് വേണം, അതിന് കയ്യൊപ്പ് വേണം. അതില്ലാത്തത് ഏത് മഹാരഥന്മാർ ചെയ്താലും അതൊക്കെ തോട്ടിലേക്ക് എറിയാമെന്നല്ലാതെ ഏട്ടിൽ കൂട്ടാൻ പറ്റിയതല്ല. അത്
ഇങ്ങനെ മനുഷ്യൻ പടച്ചതമ്പുരാനിൽ അടിയുറച്ച് വിശ്വസിച്ച് ഖുശൂഅോടുകൂടി പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തോടുകൂടി പടച്ചതമ്പുരാനിൽ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ അവന് നൽകും. മലയാളത്തിൽ അനുഗ്രഹങ്ങൾ എന്ന് പറയാനേ നിർവാഹമുള്ളൂ. അറബ് ഭാഷയിൽ അതിന് ബറക്കത്ത് എന്ന് കാണാൻ പറ്റും, നിഅ്മത്ത് എന്ന് കാണാൻ പറ്റും, ഫളൽ എന്ന് കാണാൻ പറ്റും, ഖൈർ എന്ന് കാണാൻ പറ്റും. വിവക്ഷകൾക്ക് വ്യത്യസ്തമായ ആശയതലങ്ങളുണ്ട്. ബറക്കത്ത് എന്താ? ബറക്കത്ത് എല്ലാവർക്കും കിട്ടും. മഴ പെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരും ശുക്ർ ചെയ്യുന്നവരും ഇല്ലാത്തവരും നിരീശ്വരവാദിക്കും നിർമ്മതവാദിക്കും യുക്തിവാദിക്കും ഒക്കെ മഴ കിട്ടുന്നു. അള്ളാഹനെ വിളിക്കുന്നവർക്കും കിട്ടുന്നു. അതല്ലാതെ ബറക്കത്താണ്, എല്ലാവർക്കും കിട്ടും. നിഅ്മത്ത് അങ്ങനെയല്ല, നിഅ്മത്ത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ ആദ്യത്തെ ആമീൻ പറച്ചിലുണ്ടല്ലോ, എപ്പോ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നനുസരിച്ച് ആമീൻ പറയുന്നതിനാ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ സിറാത്തുൽ മുസ്തഖീമിലാക്കണം. ഏത് സിറാത്തുൽ മുസ്തഖീമിലാ? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ നിഅ്മത്ത് ചെയ്തവരുടെ. അവിടെയാണ് ബറക്കത്തും നിഅ്മത്തും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത്. നിഅ്മത്ത് അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായി കിട്ടേണ്ടതാണ്. ഇനി ഫളൽ എന്താ? അവന്റെ ഔദാര്യമാണ്. കിട്ടിയാൽ അവൻ മഹാഭാഗ്യവാൻ. ഖൈറോ? ഖൈറും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഖൈറായി കൊള്ളണമെന്നില്ല. അവന് കിട്ടുന്നത് മുഴുവൻ പടച്ചതമ്പുരാൻ ഉദ്ദേശിക്കുകയും അവൻ ഉപയോഗിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് ഖൈറായി മാറുന്നു എന്നല്ലാതെ ഖൈറ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ. അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ് ഖൈറ് കിട്ടുന്നത്, ഷർറ് കിട്ടുന്നത്. പക്ഷേ അത് ഖൈറായി തീരാൻ ഉപയോഗിക്കുന്ന ഞാൻ വളരെ കൃത്യമായി ഖൈറാക്കണം, ഇല്ലെങ്കിലോ അത് ഷർറായി മാറും, ഇബാദത്ത് പോലും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശമാണെന്ന് പറഞ്ഞത്. ഏറ്റവും വലിയ ഖൈറായ ഇബാദത്തല്ലേ എങ്ങനെ ഷർറായി മാറിയത്? ശേഷമുള്ള ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട്, അങ്ങോട്ട് കടന്നു പോകുന്നില്ല. അങ്ങനെ ഭൂലോകത്ത് അല്ലാഹുവിന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർള്, അല്ലാഹു പറയാ ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് നാം സമൃദ്ധമായി അനുഗ്രഹത്തിന്റെ നന്മയുടെ വാതിലുകൾ തുറന്നു കൊടുക്കും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ, എല്ലാ ഖുതുബയിലും നമ്മൾ കേൾക്കുന്നതല്ലേ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും വാക്കുകൾ നന്നായി പറയുകയും ചെയ്താൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഖദ് ഫാസ ഫൗസൻ അളീമാ, ആര് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചുവോ അവരാണ് വ്യക്തമായ വിജയം വരിക്കുന്നവർ. കർമ്മങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് അല്ലാഹ് അത് കബൂലാക്കണമെന്നില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞത് അനുസരിക്കണം. അവിടെ വിയോജിപ്പുണ്ടാകാൻ പാടില്ല. സൂറത്ത് അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വമൻ യഅസില്ലാഹ വറസൂൽ, ആരെങ്കിലും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരണക്കേട് കാണിച്ചാൽ വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു അംറുഹു വറസൂലുഹു, അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ ആണാകട്ടെ പെണ്ണാകട്ടെ അയാൾക്ക് സ്വന്തം ഇഷ്ടാനുസരണം പിന്നീട് ഒരു ചോയ്സ് ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്ന് പറയാൻ കഴിയില്ല. അള്ളാഹിന്റെ തീരുമാനമാണോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എതിലുണ്ടോ അത് സർവാത്മനാ സമിഅനാ വഅതൈനാ, ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് പറയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ആ അല്ലാഹുവിനെ കൃത്യമായി മനസ്സിലാക്കി വഴിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ എന്ന് പറയാ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, ഒരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിങ്ങനെ തുറന്നു കൊടുക്കുന്ന പറഞ്ഞത്. അത് ഏത് വഴിയാ? സർവ്വ വഴിയും അടയുമ്പോ, എല്ലാ മേഖലയും കൈയൊഴിയുമ്പോ, ലോകത്തുള്ള വൈദ്യശാസ്ത്രം മുഴുവൻ കൈ മലർത്തി ഇനി നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോ അവസാനത്തെ കാവൽ അള്ളാഹിന്റെ അരികിലേക്കാണ്. ലോകത്ത് ഒരു മനുഷ്യന് മക്കളെ നൽകാനുള്ള എല്ലാവിധ ഉപാധികളും അടങ്ങാൻ ഇനി കൈ നീട്ടേണ്ടത് അള്ളാഹുവിലേക്കാണ്. അതെപ്പോഴാ? അവസാന ഘട്ടത്തിലല്ല, ആദ്യ ഘട്ടത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഒരു മാർഗം തുറന്നു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു, പരിശുദ്ധ ഖുർആൻ 65-ാം അധ്യായം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുക. സൂറത്തുൽ തലാഖിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിചാരിക്കാത്ത രൂപത്തിൽ ഉപജീവന മാർഗം കിട്ടും. സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരല്ല, അതിന് അനുബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മനസ്സമാധാനം എന്നുള്ളത്. ഭക്ഷണം എമ്പാടും വീട്ടിലുണ്ട്, ആഹാരം എമ്പാടും വീട്ടിലുണ്ട്, ധരിക്കാനുള്ള വസ്ത്രം എമ്പാടും ഉണ്ട്, പോർച്ചിൽ വാഹനമുണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. മനസ്സമാധാനം ഇല്ലെങ്കിലോ? അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന് കാണിക്കേണ്ട തഖ്വ വളരെ കൃത്യമായി കാണിക്കണം. മറ്റൊരു ഭാഗത്തുള്ള പറഞ്ഞ അവന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞതാ, അള്ളാഹുവിന്റെ പാപങ്ങൾ മായ്ച്ചു കളയുകയും നന്മയും തിന്മയും ഒക്കെ വളരെ കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ തൗഫീഖ് കൊടുക്കുകയും പ്രതിഫലങ്ങൾ ഏറെ കൊടുക്കുകയും ചെയ്യും. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. മറ്റൊരു ഭാഗത്ത് പറഞ്ഞ അള്ളാഹു നിങ്ങൾക്ക് ഒരു ഫുർഖാൻ നൽകും. ഇന്ന് ആധുനിക ലോകത്ത് മുസ്ലിം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു രംഗമാണ് സത്യമേതാ, അയാൾ പറയുന്നതാ, ഇയാൾ പറയുന്നതാ, ആര് പറയുന്നതാ ശരി എന്നറിയാൻ അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ച് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആരിൽ നിന്ന് കേൾക്കുന്നുവോ അത് സ്വീകരിക്കുക. അല്ലാഹു പറഞ്ഞതാ, കേൾക്കുന്നത് മുഴുവൻ കേൾക്കുന്ന സ്രോതസ്സിൽ നിന്ന് കേൾക്കുകയും എന്നിട്ട് അതിൽ നിന്ന് നന്മ പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും മഖ്റജൻ. അതുപോലെ തന്നെ ഫുർഖാനൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ ഏതൊരാൾ അല്ലാഹുവിൽ അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നുവോ വഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസിയാണ് എങ്കിൽ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. മറ്റൊരു കാര്യമാണ്, മുഅ്മിനാകട്ടെ മുഅ്മിനത്താകട്ടെ ചെയ്യുന്ന കാര്യങ്ങളുടെ അമലു സ്വാലിഹാത്താണെങ്കിൽ ഐഹികമായ ലോകത്ത് ഏറ്റവും നല്ല രൂപത്തിൽ സുന്ദരമായ രൂപത്തിൽ ഭാര്യയും ഭർത്താവുമാണോ മാതൃകാപരമായ രൂപത്തിൽ ജീവിക്കാൻ കഴിയും. കുടുംബമാണോ ഒരു ഉസ്രത്ത് നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മനസ്സിലാക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കി ജീവിക്കുന്നവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സവിസ്തരം ഖുർആനിലൂടെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താ അറിയോ? ഇന്നല്ലദീനഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനിലെ 57-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുക, ഇന്നല്ലദീനഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ. അല്ലാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് അത് സാധ്യമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഭയപ്പെടുന്ന മുത്തഖീങ്ങളായ ഖുശൂഉള്ളവരായി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഫഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. وعن ابن عباس رضي الله عنه قال كنت خلف رسول الله صلى الله عليه وسلم أي النبي صلى الله عليه وسلم يوما فقال يا غلام إني أعلمك كلمات احفظ الله يحفظك احفظ الله تجده تجاهك رواه الترمذي. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തുർമുദി രേഖപ്പെടുത്തുന്ന ഒരു വലിയ ഹദീസിന്റെ തലഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. വിഷയ സംബന്ധമായി വളരെ പ്രധാനപ്പെട്ട ഒരു വസിയ്യത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ഏകദേശം 10-ലധികം വർഷത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സേവനം ചെയ്യുകയും ചെയ്ത സ്വഹാബിമാരിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരാളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പല ഹദീസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹം പറയാം, കുന്തു ഖൽഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ കിട്ടും. പ്രായമായ ആളുകൾ, ഭർത്താവ്, മാതാപിതാക്കൾ ഒക്കെ കൂടെ ഉണ്ടാകുമ്പോ ഭാര്യ എവിടെ നടക്കണം, മക്കൾ എവിടെ നടക്കണം, മുൻപിൽ കൂട്ടത്തിലുള്ള ഇമാം ഉണ്ടാവുക, അല്ലെങ്കിൽ
അമീർ ഉണ്ടാവുക, കുടുംബനാഥനാണെങ്കിൽ കുടുംബനാഥൻ ഉണ്ടാവുക, ഭാര്യയും ഭർത്താവ് ആണെങ്കിൽ ഭർത്താവ് മുമ്പിൽ പിന്നിൽ ഭാര്യ, മുമ്പിൽ ഭർത്താവ് പിന്നിൽ ഭാര്യ. മുതിർന്ന ആളുകളാണെങ്കിൽ മുതിർന്നത് ആരാണോ ആ കൂട്ടത്തിലെ മുതിർന്ന ആൾ മുമ്പിലും ഇളയ ആളുകൾ പിന്നിലും നടക്കുക. ഈ ഒരു ചട്ടവട്ടമൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, കുട്ടി ഇന്നി ഉഅല്ലിമുക കലിമാത്തിൽ, ഞാൻ ചില പദങ്ങൾ നിനക്ക് പഠിപ്പിച്ചു തരാം. അതിലൊന്ന് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹനെ സൂക്ഷിച്ചാൽ അല്ലാഹ് നിന്നെ സൂക്ഷിക്കും. ഒരു മതിൽ കെട്ടിയിട്ട് ഒരു സെക്യൂരിറ്റി മാസം 10,000 25,000 കൊടുത്തൊരാൾ നിർത്തിയാൽ അയാൾക്ക് സംരക്ഷിക്കാൻ കഴിയും. അങ്ങനത്തെ സംരക്ഷണം ലക്ഷങ്ങൾ ചെലവഴിച്ച് CCTVയുടെ ക്യാമറ വീടിന്റെ 4 ഭാഗവും സംവിധാനിച്ചു, കഴിയില്ല. അള്ളാഹനെ സൂക്ഷിക്കണമെന്നല്ല, സൂക്ഷിച്ചാൽ അള്ളാഹു അവനെ തിരിച്ചു സൂക്ഷിക്കും. ശേഷം പറയുന്നത് അതിനേക്കാൾ ഗൗരവതരമായൊരു കാര്യമാണ്, ഇഹ്ഫദില്ലാഹ, നീ അള്ളാഹനെ സൂക്ഷിച്ചാൽ തജിദുഹു തുജാഹക, അവനെ നിനക്ക് നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ പറ്റും. എപ്പോ? പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടിൽ അകപ്പെട്ടാൽ എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറഞ്ഞിട്ട് നെറ്റിത്തളത്തിൽ വിയർക്കാതെ, മനസ്സൊന്ന് പതറാതെ, മറ്റൊരു പരിഭ്രമവുമില്ലാതെ അചഞ്ചലമായി നിൽക്കാൻ കഴിയുമോ? അതാണ് ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യം. അത് നിൽക്കാൻ കഴിയുമ്പോഴാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. ഉലഹിയ്യത്തുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലാണ് നമ്മൾ ഉരുവിനെ വായി കൊണ്ടുവന്ന് നമ്മൾ നോക്കാൻ ആളെ ഏൽപ്പിച്ചു. പക്ഷെ ഇബ്രാഹിം നബി എന്ന പേര് നമ്മുടെ മുന്നിലേക്ക് ഓടി വരുന്നത് ഈ ഒരു രംഗത്താണ്. കാലും തലയും പിടിച്ചിട്ട് തീയിലേക്ക് വലിച്ചെറിയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പറച്ചിലുണ്ട്, ഹസ്ബി അല്ലാഹ്, എനിക്കെൻ്റെ അല്ല മതി, നമ്രൂദ് വേണ്ട. വാപ്പ നമ്രൂദിന്റെ കൂടെയാണ്, ഒരു വിഷമവും ഇല്ല. കുടുംബം നമ്രൂദിന്റെ കൂടെയാണ്, ഒരു വിഷമവും ഇല്ല. നാട്ടുകാർ മുഴുവൻ അവിടെയാണ്, ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അല്ല, എനിക്കെൻ്റെ റബ്ബുണ്ട്. ഇത് പറയാൻ കഴിയണമെങ്കിൽ പടച്ചോനിങ്ങനെ മനസ്സിലേക്ക് കയറി നിൽക്കണം. ആ സമയത്ത് മാത്രമാണ് പടച്ചോനിങ്ങനെ മുന്നിൽ കാണുക. അതല്ലെങ്കിൽ പരിഭ്രമിക്കും സഹോദരന്മാര്, നിരാശപ്പെടും, പ്രാരാബ്ദങ്ങൾ എണ്ണി പടച്ചോൻ മുമ്പിൽ കരയും. പക്ഷെ പടച്ചോൻ നമ്മുടെ മനസ്സിൽ സ്വാധീനിക്കില്ല. നമ്മുടെ ദുആയൊക്കെ ഇങ്ങനെ തട്ടിച്ചതറിയിട്ട് റിഫ്ലക്ടർ പോലെ ഗ്ലാസ്സിലടിച്ച് ഇങ്ങനെ ചിതർന്ന പ്രകാശം പോലെയായി മാറുന്നത് എന്തുകൊണ്ടെന്ന് അറിയോ? ഈ റബ്ബുള്ളിലില്ലാത്തതുകൊണ്ടാണ്. റബ്ബുള്ളിലുണ്ടെങ്കിൽ ആ തീജ്വാലകളെ കൂനു ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, അല്ലാഹ് പറഞ്ഞതാണ്. കത്തുന്ന തീയിനോട്, നിന്റെ പ്രകൃതി കത്തുന്നതാണ് എന്ന് എനിക്കറിയാം, പക്ഷെ കൂൻ, നീ ഇപ്പോഴാകേണ്ടത് ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് തണുപ്പും സംരക്ഷണവുമാകണം. കത്തുന്ന തീയനെ കെടുത്തി കൊടുത്തു അല്ലാഹ്. നമ്മുടെ മനസ്സിൽ കത്തുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അതിനെ മുഴുവൻ കെടുത്തേണ്ടതുണ്ട്. പ്രതിസന്ധികളുണ്ട്, ബിസിനസ് രംഗത്ത്, കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സാമൂഹികമായ ജീവിതത്തിൽ, സാമ്പത്തിക രംഗത്ത്, ഇങ്ങനെ 100 കൂട്ടം. അവിടെയൊക്കെ അത് മറികടക്കാൻ, പ്രതിരോധിക്കാൻ, അതിനെ പ്രതിബന്ധങ്ങളെ തകർത്തു മാറ്റിയിട്ട് മുന്നേറാൻ കഴിയണമെങ്കിൽ റബ്ബ് ഉള്ളിലുണ്ടാകണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹനെ സൂക്ഷിക്കേണ്ടത് മുറപ്പരകരം. സൂക്ഷിച്ചാൽ അല്ലാഹ് നിന്റെ മുമ്പിലുണ്ടാവും, പിന്നാലെ അങ്ങനെ നടന്നു കൊടുത്താൽ മതി, അല്ലാഹ് സഹായിക്കും. അങ്ങനെയുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് ഗമിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹജനങ്ങൾ തുടങ്ങിയ മുഴുവൻ വിശ്വാസിനികൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. പ്രയാദിക്കും കൊണ്ട് പ്രയാസപ്പെടുന്നവരായ നമ്മുടെ ഉറ്റവരും ഉടയവരുമായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരവരുടെ ഇബാദത്തും മറ്റു പ്രാഥമികമായ കാര്യങ്ങളും നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ്സും ഈമാനും ഇഖ്ലാസും ഖുശൂഉം തഖ്വയുമുള്ള ജീവിതവും നയിക്കുവാൻ ആവശ്യമായ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും
വെപ്രാളവും ബേജാറും മാറ്റിവെച്ച് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടയ്ക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായ പ്രയാസങ്ങൾ നേരിടുന്ന നമ്മിലെ പല ആളുകളുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. കടബാധ്യതയിൽ നിന്ന് പടച്ച തമ്പുരാൻ സലാമത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ല മുറാദുകൾ ഹാസിലാകുവാൻ വേണ്ടിയും പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയും നമ്മോട് ദുആക്ക് വസിയത്ത് ചെയ്ത നിരവധി സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുആ ഹാസിലാക്കുകയും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുകയും മുറാദ് ഹാസിലാക്കുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل الشرك والمشركين واذل الشرك والمشركين امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.